അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇന്ന് തുടങ്ങുന്നത് മേഘ ക്ലയൻസിനോടൊക്കെ ഹായ് പറഞ്ഞ് ഓഫീസ് റൂമിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ്, ചന്ദ്രിക വന്നില്ലേ? ചന്ദ്രിക, അവളെ അവിടെ കണ്ടില്ലല്ലോ. അവിടെ ഇല്ലെന്നോ? പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ് ചന്ദ്രികയെ വിളിച്ചു നോക്കുകയാണ്. ചന്ദ്രികയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. എന്തു പറ്റി സിദ്ധു? ചന്ദ്രികയുടെ ഫോൺ സ്വിച്ച് ഓഫ് പറയുന്നു. അപ്പുറത്താണെങ്കിൽ വെപ്രാളത്തോടെ ഓട്ടോയിൽ പോകുന്ന ചന്ദ്രികയാണ് കാണിക്കുന്നത്. പിന്നെയും മേഘ സിദ്ധുവിനോട് പറയുകയാണ്, സിദ്ധു, ഞാൻ റെഡിയാക്കിയ ഡിസൈൻസ് ഉണ്ട്. ക്ലയൻസിന് ഞാൻ പ്രസൻറ്റ് ചെയ്യണോ അതോ നീ പ്രസൻറ്റ് ചെയ്യുമോ? ഇല്ല, ഇറ്റ്സ് ഓക്കെ, നീ തന്നെ പ്രസൻറ്റ് ചെയ്തോളൂ. മേഘ അങ്ങനെ അവളുടെ ഡിസൈൻ ക്ലയൻറ്റിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അവളുടെ ഡിസൈന് വളരെ ആത്മവിശ്വാസത്തോടെ ക്ലയൻറ്റിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇടയ്ക്ക് ഭീതിയോടെ പോകുന്ന ചന്ദ്രികയും കാണിക്കുന്നുണ്ട്. കുറേ നേരത്തെ പ്രസൻറ്റേഷന് ശേഷം മേഘ ക്ലയൻസിനോട് ചോദിക്കുകയാണ്, സർ, ഞാൻ പ്രസൻറ്റ് ചെയ്ത ഡിസൈൻസൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത ഓരോ ഡിസൈൻസും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, എല്ലാം ഓൾഡ് പോലെയാണ് തോന്നിയത്. അപ്പോൾ വേറൊരു ക്ലയൻറ്റ് സിദ്ധാർത്ഥിനോട് ചോദിക്കുകയാണ്, സിദ്ധാർത്ഥ്, വേറെ എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടോ? അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നു, സാർ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമോ? ഇവിടെയുള്ള വേറൊരു സ്റ്റാഫ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ അവരുടെ ഡിസൈൻസ് ഇതിനു മുന്നേ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സാർ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമോ? ഞാൻ ചന്ദ്രിക വന്നോന്ന് നോക്കിയിട്ട് വരാം. വേഗം വരാൻ പറയൂ, ഞങ്ങൾക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്. ശരി സാർ. മേഘ ഇതെല്ലാം കണ്ട് ഇളിഭയായിരിക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ ചന്ദ്രയ്ക്ക് ഇരിക്കുന്ന ക്യാബിനിലേക്ക് പോയി നോക്കി. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് ഗീത ഉണ്ടായിരുന്നു. ഗീത, ചന്ദ്രയ്ക്ക് എവിടെ? അറിയില്ല സാർ, പുറത്തെവിടെയോ പോയിന്ന് തോന്നുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല സാർ. ഓക്കെ, നീ വർക്ക് ചെയ്തോളൂ. സിദ്ധാർത്ഥ് വളരെ ആശയക്കുഴപ്പത്തിൽ ചിന്തിക്കുകയാണ്. ഇന്ന് ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇത് ഇവിടെ പോയി. ഇപ്പുറത്താണെങ്കിൽ കാണിക്കുകയാണ്, വളരെ ഓടിക്കിതച്ച് ഓട്ടോയിൽ നിന്നിറങ്ങി ചന്ദ്രിക സ്കൂൾ വരാന്തയിലേക്ക് നോക്കി നിൽക്കുന്നു. അവിടെ നിന്ന് ഉറക്കെ വിളിക്കുകയാണ്, ചേട്ടാ, സെക്യൂരിറ്റി ചേട്ടാ. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. എന്താ മോളെ? ചേട്ടാ, സ്കൂളിൽ എന്തോ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞു, എന്താ ചേട്ടാ? അപ്പോൾ അയാൾ പറയുന്നു, ഫയർ ആക്സിഡൻറ്റോ? ഓ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവൾ അന്തം വിട്ടുപോയി. അയാൾ ചോദിച്ചു, ഇങ്ങനെയൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? അതെൻ്റെ ഓഫീസിൽ പറഞ്ഞു. അങ്ങനെ? അത് വേറെ ഏതെങ്കിലും സ്കൂളിലേക്കായിരിക്കും. നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാൻ സാധ്യത. അവൾ മൂക്കത്ത് കൈവച്ച് അന്താളിച്ചു പോകുന്നു. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, വേറെ ഏതോ സ്കൂളിൽ നടന്നത് മേഘ തെറ്റായി കേട്ടതാണെന്ന് തോന്നുന്നു. എന്നാൽ ശരി ഏട്ടാ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പുറത്താണെങ്കിൽ ക്ലയൻസും മേഘയും സിദ്ധാർത്ഥും എല്ലാം ചന്ദ്രികയെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ചന്ദ്രിക മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നാണെങ്കിൽ ക്ലയൻസിൻ്റെ ഡിസൈൻസൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമാണ്. സിദ്ധാർത്ഥ് സാറ് പറഞ്ഞിരുന്നതാണല്ലോ. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വരികയും ചെയ്തു. സിദ്ധാർത്ഥ് സാറ് എന്നെ അന്വേഷിക്കുന്നുണ്ടാവുമോ? എന്താ ചെയ്യുക? ഇപ്പുറത്ത് ക്ലയൻസ് പരസ്പരം പറയുകയാണ്, സമയം ഒരുപാട് താമസിക്കുന്നു അല്ലേ? അപ്പോൾ മേഘ സിദ്ധുവിനോട് ചോദിക്കുകയാണ്, എന്താ സിദ്ധു, ചന്ദ്രിക സീറ്റിലില്ലേ? അപ്പോൾ സിദ്ധാർത്ഥ് ക്ലയൻസിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, സർ, ചന്ദ്രിക പുറത്തെവിടെയോ പോയിരിക്കുകയാണ്, ഒരു 10 മിനിറ്റും കൂടി തരികയാണെങ്കിൽ. അപ്പോൾ ക്ലയൻസ് പറയുന്നു, ഇല്ല, അത് പറ്റില്ല, ഞങ്ങൾക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്, ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് റിക്വസ്റ്റ് ചെയ്യുന്നു, സർ, അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും കുറച്ചു നേരം ഞങ്ങൾക്ക് തരൂ, ചന്ദ്രിക ഇപ്പോൾ എത്തും. പക്ഷേ അവരത് തടഞ്ഞുകൊണ്ട് പോവാനിറങ്ങുകയാണ്. സിദ്ധാർത്ഥ് മനസ്സിൽ വിചാരിക്കുകയാണ്, ചന്ദ്രിക എങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ. ക്ലയൻസൊക്കെ ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ മേഘ സിദ്ധാർത്ഥിനെ കുത്താൻ തുടങ്ങി. സിദ്ധു, ചന്ദ്രികയെ പോലെയുള്ളവരൊക്കെ വിശ്വസിച്ച ഇങ്ങനെയാ, പറ്റിച്ചിട്ട് പോയി കളയും. ഇനിയെങ്കിലും ആരെയൊക്കെ എവിടെയൊക്കെ ഇരുത്തണമെന്ന് നീ ചിന്തിച്ച് തീരുമാനിക്കുക. അവനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തിരിച്ചു പോകുന്ന ക്ലയൻസിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെയും റിക്വസ്റ്റ് ചെയ്യുന്നു, സർ, ഒരു 5 മിനിറ്റ് സാർ, ഒരു 5 മിനിറ്റ് പ്ലീസ് സർ. പക്ഷേ ക്ലയൻസ് അതൊന്നും കേൾക്കുന്നില്ല. ചന്ദ്രികയാണെങ്കിൽ അപ്പോൾ ഓഫീസിൻ്റെ മുന്നിലെത്തുകയാണ്. ഓട്ടോ ഇറങ്ങിയിട്ട് ചന്ദ്രിക ഓടിക്കിതച്ചു കൊണ്ട് പോവുകയാണ് ഓഫീസിലേക്ക്. അവൾ ഓടി ഓഫീസിലേക്ക് പോയി. അപ്പോൾ സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്നു. അവൻ ചോദിക്കുകയാണ്, ചന്ദ്രികയെ, ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഇന്ന് ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞതല്ലേ? അപ്പോൾ അവൾ പറയാണ്, അത്യാവശ്യമായിട്ടൊന്ന് സ്കൂളിൽ പോകേണ്ടി വന്നു സർ, അതുകൊണ്ടാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മേഘ മനസ്സിലാലോചിക്കുകയാണ്, ഇതെന്താ ചന്ദ്രിക ഇത്ര പെട്ടെന്ന് വന്നത്?
അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നു ചന്ദ്രികയോട്, ശരി നീ വരച്ച ഡിസൈൻസ് ഒക്കെ എവിടെ, അതിങ്ങെടുക്ക്. അപ്പോൾ ചന്ദ്രിക അവളുടെ ക്യാബിനിലേക്ക് പോവുകയാണ്. നീ അതൊക്കെ എടുത്തു വെക്കുക എന്നും പറഞ്ഞ് ക്ലയൻസിനെ വിളിക്കാൻ വേണ്ടി സിദ്ധാർത്ഥ് ഓടി. അവൻ താഴേക്ക് പോയി നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫ്ലോറിൽ അവരുണ്ടായിരുന്നു, ക്ലയൻസ്. അവൻ പിന്നെ റിക്വസ്റ്റ് ചെയ്തു, സർ ചന്ദ്രിക എത്തിയിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അതൊക്കെ പ്രസൻറ്റ് ചെയ്യാമായിരുന്നു. ഇത്തവണ ക്ലയൻസ് അതിന് അനുവാദം കൊടുത്തു. ഓക്കെ എന്നും പറഞ്ഞ് പിന്നെയും തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയി. ക്ലയൻസ് പിന്നെയും വരുന്നത് കണ്ട് മേഘയ്ക്ക് ആകെ ഒരു അങ്കലാപ്പായി. സങ്കടവും ദേഷ്യവും ഒക്കെ കൊണ്ട് അവൾക്ക് അസൂയ മൂത്തു. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഓഫീസിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന റൂമിൽ ചന്ദ്രിക പെൻഡ്രൈവ് സിദ്ധാർത്ഥിന് കൊണ്ടു കൊടുക്കുന്നു. അവനത് പ്ലേ ചെയ്യുകയാണ്. പെൻഡ്രൈവ് സിദ്ധുവിന് കൊടുത്ത് ഓഫീസിൻ്റെ പുറത്ത് ആകെ ആദ്യ പിടിച്ച് നിൽക്കുകയാണ് ചന്ദ്രിക. ഇപ്പോഴത്താണെങ്കിൽ തൻ്റെ റൂമിൽ വല്ലാതെ സങ്കടത്തോടെ നിൽക്കുന്നു മേഘ. ചന്ദ്രികയുടെ ഡിസൈൻസ് പൂർവാധികം ആത്മവിശ്വാസത്തോടെ സിദ്ധു ക്ലയൻസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. വളരെ ഭംഗിയോടെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത ചന്ദ്രികയുടെ ഓരോ ഡിസൈനും ക്ലയൻസൊക്കെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുകയായിരുന്നു. അതൊക്കെ കണ്ട് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി സിദ്ധാർത്ഥിന്. എല്ലാം കഴിഞ്ഞ് സിദ്ധാർത്ഥ് ക്ലയൻസിനോട് ചോദിക്കുകയാണ്, എന്ത് തോന്നുന്നു സർ ചന്ദ്രികയുടെ ഡിസൈൻസ് ഒക്കെ കണ്ടിട്ട്? അപ്പോൾ അതിലൊരു ക്ലയൻറ്റ് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്ത ആ ഡിസൈൻസിൽ ഒരു 4 എണ്ണം അടിപൊളിയായിട്ടുണ്ട് സർ, അത് ഞങ്ങൾ അപ്രൂവ് ചെയ്തോളാം. അത് കേട്ട് സിദ്ധാർത്ഥിന് ഭയങ്കര സന്തോഷമായി. നിങ്ങൾ ആ ഡിസൈൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾക്ക് മെയിൽ ചെയ്തോളൂ. ഷുവർ സാർ, തീർച്ചയായും ചെയ്യാം. അങ്ങനെ ക്ലയൻറ്റ് പറയുന്നു, ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് നൽകാം. ഓൾ ദ ബെസ്റ്റ് സിദ്ധാർത്ഥ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. സിദ്ധാർത്ഥിന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. ക്ലയൻസൊക്കെ ഇറങ്ങിയ ശേഷം സിദ്ധാർത്ഥ് പുറത്തേക്ക് വന്നപ്പോൾ ചന്ദ്രിക ചോദിച്ചു, സാർ എന്തായി സാർ, എന്തെങ്കിലും സെലക്ട് ചെയ്തോ? അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി സിദ്ധാർത്ഥ് പറയാണ്, അയ്യോ ചന്ദ്രികയെ, നീ വരച്ചതിൽ 4 ഡിസൈൻസ് അവർ അപ്രൂവ് ചെയ്തു. ഈ പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ പോയിരിക്കുക. ചന്ദ്രികയ്ക്കും സന്തോഷമായി. ആണോ സാർ, ശരിക്കും? അതേ ചന്ദ്രികയെ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് ചന്ദ്രികയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. താങ്ക് യു സാർ, ഇപ്പോഴെനിക്ക് ഒന്ന് സന്തോഷമായത്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നു, ചന്ദ്രികയെ, ഇതറിഞ്ഞ അങ്കിളും സന്തോഷിക്കും. എന്നാൽ ഞാൻ അങ്കിളിനെ വിളിച്ച് കാര്യം പറയട്ടെ, താൻ ചെല്ല്. ശരി സാർ. അവൻ വളരെ സന്തോഷത്തോടു കൂടി ആലോചിക്കുകയാണ്. ഈ സന്തോഷ വാർത്ത ആദ്യം അങ്കിളിനോട് പറയണം. അവൻ ഫോൺ എടുത്ത് പോയി. എന്നിട്ട് അങ്കിളിനെ കോൾ ചെയ്തു. അപ്പോൾ ഇപ്പുറത്ത് ലക്ഷ്മി ഫോൺ കൊണ്ട് കൊടുക്കുകയാണ് മഹേന്ദ്ര സാറിന്. അപ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന മഹേന്ദ്ര സാർ നോക്കുന്നു. ഏട്ടാ, ഇതാ ഒരു കോൾ വരുന്നുണ്ട്, സിദ്ധുവാ വിളിക്കുന്നത്. ആ പറയൂ സിദ്ധു. അങ്കിൾ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ കാര്യം, പറഞ്ഞോളൂ. MGM കമ്പനി ഉണ്ടല്ലോ, അവരുടെ പുതിയ ഡിസൈൻസിന് എനിക്ക് അപ്രൂവ് തന്നു അങ്കിൾ. അത് കേട്ട് മഹേന്ദ്ര സാറിനും അതിയായ സന്തോഷം വന്നു. ഓ സൂപ്പർ സിദ്ധു, കൺഗ്രാറ്റ്സ്. അപ്പോൾ സിദ്ധു, അങ്കിളെ, കൺഗ്രാജുലേഷൻ പറയേണ്ടത് എന്നോടല്ല ചന്ദ്രികയോടാണ്. എന്താണെന്നറിയോ, ഇത് അപ്രൂവൽ ആവാൻ കാരണം തന്നെ ചന്ദ്രികയുടെ ഡിസൈൻസ് ആണ്. അതെയോ? അപ്പോൾ മഹേന്ദ്ര സാറിന് ഭയങ്കര സന്തോഷമായി പൊട്ടിച്ചിരിച്ചു. സിദ്ധാർത്ഥ് പറയാണ്, അങ്കിളെ, മേഘയും ചന്ദ്രികയും 2 പേരും ഒരുപോലെ ഡിസൈൻ ചെയ്തു. പക്ഷേ അതിൽ ചന്ദ്രികയുടെ ഡിസൈൻസ് ആണ് അപ്രൂവൽ ആയത്. വാവ്, വളരെ സന്തോഷമുണ്ട് മോനെ. അവളോട് എൻ്റെ വിഷസ് അറിയിച്ചേക്ക്. ശരി അങ്കിളെ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് കോൾ കട്ടാക്കി. ഫോൺ വെച്ചിട്ട് മഹേന്ദ്ര സാർ ലക്ഷ്മിയോട് പറയാണ്, കണ്ടോ ലക്ഷ്മി, മേഘയും ചന്ദ്രികയും കൂടി ഒരു ഡിസൈൻ വർക്ക് ചെയ്തു. അതിൽ ചന്ദ്രികയുടെ ഡിസൈനാണ് അപ്രൂവൽ ആയത്. ആ കൊള്ളാലോ, ജോലിക്ക് ചേർന്നിട്ട് ഇത്ര ദിവസം കൊണ്ട് തന്നെ ഇത്ര മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊള്ളാട്ടാ. അപ്പോൾ മഹേന്ദ്ര സാറ് അഭിമാനത്തോട് പറയാണ്, ചന്ദ്രിക ആരുടെ മോളാ? എൻ്റെ മോളല്ലേ, അപ്പോൾ അങ്ങനെ വരൂ. മഹേന്ദ്ര സാറ് വീണ്ടും പറയാണ്, എന്താണെന്നറിയില്ല, മേഘ ഇത്രയും കാലമായിട്ട് ഞങ്ങളുടെ ഓഫീസിലുണ്ട്, പക്ഷേ പറയത്തക്കതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ച് ഏട്ടൻ മേഘയെ കുറച്ച് കാണരുത്. മേഘ ഒരു രീതിയിലും ചന്ദ്രികയെക്കാളും കുറഞ്ഞതുമല്ല. ചന്ദ്രികയ്ക്കുള്ള എല്ലാ ഗുണങ്ങളും മേഘയ്ക്കും ഉണ്ട്. ആ അതെ അതെ, അവളെ നീ മാത്രമേ ഇങ്ങനെയൊക്കെ പറയൂ. ഇങ്ങോട്ട് നോക്കേട്ടാ, ചന്ദ്രിക മാത്രമല്ല, മേഘയും നമ്മുടെ മോള. ഒരിടത്തും മേഘയെ താറ്റി സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഏട്ടാ. അപ്പോൾ കൈകൂപ്പിക്കൊണ്ട് മഹേന്ദ്ര സാർ പറയാ, ശരി ലക്ഷ്മി, ശരി, ഞാൻ മേഘയെ താറ്റിക്കൊണ്ട് ഒന്നും നിന്നോട് സംസാരിക്കുന്നില്ല, പോരെ? ഓക്കെ. പിന്നെ കാണിക്കുന്നത് മേഘയുടെ ക്യാബിനാണ്. അവിടേക്ക് സിദ്ധാർത്ഥ് വരികയാണ്. അവൻ മേഘയോട് പറഞ്ഞു, മേഘ, ചന്ദ്രികയുടെ ഡിസൈൻസ് ക്ലയൻസ് അപ്രൂവ് ചെയ്തു, അറിഞ്ഞായിരുന്നോ? മേഘ ഞെട്ടിപ്പോയി.
എന്താ ഈ പറയുന്നത് സിദ്ധാർത്ഥ്? സിദ്ധാർത്ഥ് ഇത് കണ്ട് കുറച്ചങ്ങ് ആസ്വദിച്ച് കൗശലത്തോട് പറഞ്ഞു. ആ അതേ മേഘ, എന്താണെന്നറിയില്ല. ഞാനും പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്തോ ക്ലയൻസ് അപ്രൂവ് ചെയ്തു. മേഘയ്ക്കാണെങ്കിൽ ഇത് കേട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് പിന്നെയും ആസ്വദിച്ച് സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ പോലെ ചന്ദ്രിക ഈ മത്സരത്തിൽ ജയിച്ചു അല്ലേ? സിദ്ധാർത്ഥ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി തൻ്റെ സീറ്റിൽ പോയിരുന്നു. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയും ഗീതയും ഒക്കെ അടങ്ങുന്ന സ്റ്റാഫിൻ്റെ ഏരിയയിൽ പോയി സിദ്ധാർത്ഥ് പറയാണ്, ഹലോ ഡിയേഴ്സ്, ഒന്നിങ്ങ് നോക്കൂ. ഇപ്പോൾ നിങ്ങളെല്ലാവരോടും കാര്യം പറയുന്നതിന് മുന്നേ ആദ്യം നിങ്ങളെല്ലാവരും ചന്ദ്രയ്ക്ക് ഒരു നല്ല കയ്യടി കൊടുക്ക്. സന്തോഷത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു. മുംബൈ ക്ലയൻസ് ചന്ദ്രയുടെ ഡിസൈൻ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ വർഷം നമുക്ക് കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊജക്റ്റാണ്. പുറകിൽ നിൽക്കുന്ന മേഘ ഒഴികെ ബാക്കി എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു. ഈ പ്രോജക്റ്റിൻ്റെ മുഴുവൻ ഡിസൈൻസും നമ്മുടെ ചന്ദ്രികയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഒരു സ്റ്റാഫിനോട് ഒരു ബൊക്കെ വാങ്ങി ചന്ദ്രികയ്ക്ക് സമ്മാനിക്കുകയാണ്. ചന്ദ്രിക, വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ബൊക്കെ നീട്ടി. അവൾ താങ്ക് യു സർ പറഞ്ഞു. ഇത് കണ്ട് അവിടെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളും കൂടി ചന്ദ്രികയ്ക്ക് വിഷ് കൊടുത്തു. ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാതെ പുറകിൽ മേഘ ഉണ്ടായിരുന്നു. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു മേഘ, എല്ലാവരും വിഷ് ചെയ്യുമ്പോൾ ഞാൻ മാത്രം ചെയ്തില്ലെങ്കിൽ എനിക്ക് അവളോട് അസൂയാന്ന് വിചാരിക്കും ബാക്കിയുള്ളവർ. എന്തായാലും ചെന്ന് വിഷ് ചെയ്തേക്കാം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ എങ്ങനെയൊക്കെയോ ചന്ദ്രികയുടെ അടുത്ത് പോയി. കൺഗ്രാസ് ചന്ദ്രിക. താങ്ക്സ് മേഘ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ചന്ദ്രികയുടെ അടുക്കള. അവിടെ തകൃതിയായി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക. അങ്ങോട്ടേക്ക് നമ്മുടെ മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും വരികയാണ്. ചന്ദ്രികയെ, എന്താ അമ്മേ? ഒരു മിനിറ്റ്, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. വാ ചന്ദ്രികയെ, എന്താ അമ്മേ? അങ്ങനെ മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും കൂടി കൈയും പിടിച്ച് ചന്ദ്രികയെ കൊണ്ടുപോവുകയാണ്. ഒരു സൈഡിലിരുന്ന് കളർ ചെയ്യുകയായിരുന്ന മലരിനെയും മഹേന്ദ്രൻ സാർ വിളിച്ചു. ഏയ് മലർ, മോളും വാ. എന്താ അമ്മ ഇതൊക്കെ എന്ന് ചന്ദ്രിക ചോദിച്ചു. അപ്പോൾ മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും കൂടി മലരിൻ്റെയും ചന്ദ്രികയുടെയും കണ്ണു പൊത്തി. ഇതെന്തിനാ അമ്മയെ കണ്ണു മൂടുന്നേ? പറയാലോ. പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞ് കണ്ണും മൂടിക്കൊണ്ട് ചന്ദ്രികയുടെയും മലരിനെയും പുറത്തേക്ക് കൊണ്ടുപോയി അവർ. എന്നിട്ട് അവരുടെ കണ്ണൊക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അതാ മുന്നിൽ ഒരു അടിപൊളി സ്കൂട്ടർ. ചന്ദ്രികയ്ക്കാണെങ്കിൽ സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. ആ ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് ഇന്ന് സീരിയൽ അവസാനിക്കുന്നത്. ഇനി നാളത്തെ ഭാഗം കുറച്ച് പറയാം. സ്കൂട്ടിയിൽ ലക്ഷ്മിയെയും കൊണ്ട് നമ്മുടെ ചന്ദ്രികയും മലരും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് മേഘയും മുത്തശ്ശിയും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഇപ്പുറത്ത് സിദ്ധാർത്ഥ് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, അനുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പോൾ ചന്ദ്രിക പറയാണ്, അവൾ സാറിനെ സ്നേഹിക്കുന്നത് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ ഇഷ്ടമല്ലാത്തത്? ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതാണ് എന്താണ് ചോദിച്ചേ? കാരണമൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വളരെ പ്രേമത്തോടെ അവൻ ചോദിക്കുകയാണ്, നിനക്കെന്നെ ഇഷ്ടമാണോ? ഈ ഒരു സമയത്ത് അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നാളത്തെ പുതിയ എപ്പിസോഡുമായി ഞാൻ വരും വരയ്ക്കും. ഓക്കെ, ബൈ.